ശബരിമലയിൽ സ്വർണ്ണമോഷണം നടത്തിയവരെ അറസ്റ്റ് ചെയ്യുക. കെ.പി.സി.സി. മുൻ പ്രസിഡന്റ് കെ. മുരളീധരൻ നയിക്കുന്ന വിശ്വസംരക്ഷണ യാത്രയ്ക്ക് ഏറ്റുമാനൂരിൽ സ്വീകരണം നൽകി. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ദേവസ്വം മന്ത്രി വി.എൻ. വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ.പി.സി.സി. മുൻ പ്രസിഡന്റ് കെ. മുരളീധരന്റെ നേതൃത്വത്തിൽ വിശ്വസംരക്ഷണ യാത്ര നടത്തിയത്. രാവിലെ 11-ന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേനട ഭാഗത്തു നിന്നും കോൺഗ്രസ് പ്രവർത്തകർ പേരൂർ കവലയിലെത്തിയാണ് സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണമോഷണ കേസിൽ പോറ്റിയെ ഇന്നലെ പിടിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത് പോറ്റിയെ മാത്രമല്ല, പോറ്റിയെ പോറ്റുന്നവനെ കൂടി പിടിക്കണമെന്നാണ്. ആ ചരിത്രത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പറയുന്നു ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു യോഗം നമുക്ക് കൂടേണ്ടി വരുമായിരുന്നില്ല. ആ 2017 മുതൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന മോഷണം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വെള്ളിത്തിരയിൽ കാണുന്നത് പോലെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ പോറ്റിയെ പിടിച്ചു എന്നാണ് പറഞ്ഞത്. പോറ്റിയെ പോറ്റുന്നവനെ കൂടെ പിടിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെട്ടത്. പോറ്റി ഇതിനകത്തൊരു മുഖം മാത്രമാണ്. പോറ്റിയെ കൊണ്ട് ഈ പണി ചെയ്യിക്കുന്ന ആളുകളുണ്ട്. പോറ്റി യഥാർത്ഥത്തിൽ ഒരു കാലയാപനത്തിന് വേണ്ടി എവിടെയെങ്കിലും ചെന്നപ്പെട്ടതായിരിക്കാം. പോറ്റിയെ മുഖം കാണിച്ച് അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ മോഷണം നടത്തിയിട്ടുള്ള ആളുകളെ പിടിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. മോഷണം നടന്നതിന്റെ ഒരു കണക്ക് ഇവിടെ പറഞ്ഞു. ശബരിമലയിലെ സന്നിധാനത്തിൽ നിന്നുള്ള ഉരുപ്പടികളെല്ലാം കൊണ്ടുപോയി ഇതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. സ്വർണം പൂശാൻ പോയി, പക്ഷെ ഈ ചെമ്പ് മാത്രമായി തിരിച്ചു വന്നു. ഈ ഗവൺമെന്റിന്റെ ചെമ്പ് തെളിഞ്ഞ ഒരു സംഭവമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തുടർന്ന് സ്വീകരണം ഏറ്റുവാങ്ങി കെ. മുരളീധരൻ സംസാരിച്ചു. തന്നെ ആരും തൊടാൻ പോകുന്നില്ലെന്ന ധൈര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. 2019 അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്ടത് സ്വർണമായിരുന്നെങ്കിൽ ദേവസ്വം ബോർഡിന്റെ രേഖയിലത് ചെമ്പുപാളി എന്നാണ്. ചെമ്പുപാളി സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് രേഖ. അതാണ് തന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ധൈര്യത്തിന് പിന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് സ്വാഗതം പറഞ്ഞു. ഏറ്റുമാനൂരിൽ പ്രകടനത്തിന് DCC ജനറൽ സെക്രട്ടറി M. മുരളി നേതൃത്വം നൽകി. കോൺഗ്രസ് നേതാക്കളായ ജോഷി ഫിലിപ്പ്, ഫിൽസൺ മാത്യു, P.A. സലീം, K.G. ഹരിദാസ്, സിനു ജോൺ, ജോയി പൂവന്നിക്കുന്നേൽ, ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ, ആനന്ദ് പഞ്ഞിക്കാൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച വിശ്വാസ സംരക്ഷണ യാത്ര മതേതര ജനാധിപത്യ വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിശ്വാസ സംരക്ഷണ യാത്രയാണ് നാടും നഗരവും തഴുകിയുറപ്പിക്കൊണ്ട് ആഭാരവൃദ്ധം ജനമനസ്സിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നത്. 41 ദിവസം വ്രതമെടുത്ത് മല ചവിട്ടുന്ന അയ്യപ്പ ഭക്തന്മാരുടെ കാണിക്കയിൽ കൈയിട്ടുവാരുന്ന പിണറായി വിജയന്റെ തെറ്റായ നയത്തിനെതിരെ, കള്ളത്തരത്തിനെതിരെ ബഹുമാന്യനായ കെ.പി.സി.സിയുടെ പ്രസിഡന്റ് കെ. മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ